അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് എം എ ബേബി തന്നെ ഇപ്പോൾ ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടത്തുന്ന റെയ്ഡാണെന്നുള്ളത്. പ്രതിപക്ഷ പാർട്ടികളിലായിട്ട് നിൽക്കുന്ന നേതാക്കളുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് ആ പ്രതിപക്ഷ നേതാക്കളെ തകർക്കുവാനും അതോടൊപ്പം തന്നെ അവർ പ്രതിനിധാനം ചെയ്ത പാർട്ടിയെ തകർക്കുവാനുള്ള നീക്കമാണെന്നുള്ളത് ഇപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് എം എ ബേബി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റെയ്ഡും. സ്വാഭാവികമായിട്ടും ഇ ഡിയെ സംബന്ധിച്ചിട്ട് കാലാകാലങ്ങളിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡുകളെ സംബന്ധിച്ചിട്ട് നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ കുടുംബാംഗങ്ങളെ ടാർഗറ്റ് ചെയ്യുക, കുടുംബാംഗങ്ങളുടെ പേരിൽ കേസുകൾ ഉണ്ടാക്കുക, അത്തരത്തിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അച്ഛനോ അമ്മയോ ആരാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവരെ തകർക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ പാർട്ടി എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ അഭിപ്രായത്തോടു കൂടി തന്നെയാണ് ഞാനും ഉള്ളത്. കേസ് നടത്തുന്നതിനോ റെയ്ഡ് നടത്തുന്നതിനോ ഇവിടെ ആരും തടയുന്നില്ലല്ലോ. അപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് റെയ്ഡ് തടയാനോ അല്ലെങ്കിൽ റെയ്ഡ് നടത്താൻ പാടില്ല എന്ന് പറയാനോ അല്ലല്ലോ ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവിൻ്റെ വീട്ടിൽ, അപ്പോൾ സഖാവ് ഇതിൻ്റെ അകത്ത് പ്രതിയല്ലല്ലോ, ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ടുള്ള ആൾ കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗം പ്രതിയായിട്ടുള്ള ഒരു കേസിൻ്റെ അകത്ത് ഇപ്പോൾ പിണറായി സഖാവിനെ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള റെയ്ഡാണ് നടക്കുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആളുകൾ ആരും തന്നെ ഒരു ആഹ്വാനം കൂടാതെ എല്ലാ പ്രവർത്തകരും ഇവിടെ വന്നു ചേർന്നുള്ളൂ. അത് സ്വാഭാവികമല്ലേ. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നിർത്തിയതല്ലേ. ഇപ്പം ഇതിൻ്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ലല്ലോ. ഇതിൻ്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ല. പ്രതിയായിട്ടുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമാണ്. ആ കുടുംബാംഗത്തിന് പ്രതിയായിട്ടുള്ള ഒരു കേസിൽ പിണറായി സഖാവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു റെയ്ഡ് നടത്തുന്നു. അതിലാണ് ഞങ്ങൾക്ക് ആക്ഷേപമുള്ളത്. അതെ, അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ആക്ഷേപമുള്ള ആ വ്യക്തിയെ നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗമായിട്ട് റെയ്ഡ് നടത്താൻ കാര്യം നടത്താം. പക്ഷേ കുടുംബാംഗങ്ങളെ ഇപ്പോൾ അച്ഛനും അമ്മയും തടഞ്ഞു വെച്ചിട്ട് റെയ്ഡ് നടത്തേണ്ട കുട്ടി അവിടെ ഈ പറയുന്ന 15 വയസ്സ് താഴെയുള്ള കുട്ടി അതിൻ്റെ അകത്തുണ്ട്. ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ മനുഷ്യാവകാശങ്ങളൊന്നും ഇല്ലേ? ആ കുട്ടിക്ക് ബാലാവകാശം ഇല്ലേ? ആ കുട്ടിയെ തടഞ്ഞു വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ റെയ്ഡ് നടത്തുന്നത്? അത് ശരിയായ രീതിയാണോ? ഇതൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. ബിനീഷിനെതിരെയുള്ള കേസ് വന്നപ്പോൾ അതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ കേസാണ്, പാർട്ടിക്ക് അതിൽ റോളില്ല എന്ന നിലപാടാണ്. പക്ഷേ പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള കേസ് വന്നപ്പോൾ അതിനെ എല്ലാം മറന്ന് CPM നേരിട്ട് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുന്നതാണ് കാണുന്നത്. ഇത് ഇരട്ടത്തപ്പാണ് എന്നുള്ള വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അത് രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടിയാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടി എന്നുള്ളതിലുപരി എൻ്റെ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ആ സഖാവിൻ്റെ എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ സഖാവിനെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ ആ നീക്കം എന്ന് പറയുന്നത് പാർട്ടി എന്നുള്ളതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്കതിനെ സംസാരിക്കാനും അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വമുള്ളത്. അപ്പോൾ എനിക്കെന്ത് നൽകിയില്ല എന്ന് നോക്കിയിട്ടല്ല ഞാനൊരു നിലപാട് എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്, ഇനി എടുക്കാനും പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ശക്തമായിട്ട് ആ പ്രതിരോധം തീർക്കാൻ വേണ്ടി എന്താണോ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെ മുന്നിൽ നിൽക്കും. താങ്കൾക്കെതിരെയുള്ള നടപടി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന നിലയിൽ കൂടിയാണ് എന്ന് കരുതേണ്ടി വരുന്നത്. എന്തുകൊണ്ട് ആ തലത്തിലുള്ള ഒരു പിന്തുണ അന്ന് താങ്കൾക്ക് ലഭിച്ചില്ല? അതൊരു ചോദ്യമല്ലേ? അല്ല, അത് ഞാൻ അല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. ഇപ്പോൾ ഞാൻ അത്തരത്തിൽ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഒരു വ്യക്തി ഞാനല്ലല്ലോ, അത് പാർട്ടിയാണല്ലോ പറയേണ്ടത്. ആ പാർട്ടി ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പാർട്ടി അത് വ്യക്തമാക്കും. ഞാൻ അതിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് ഞാൻ എത്തുന്നത്. ഇത് എടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിലാണ്, പിണറായി സാഹിബിൻ്റെ പേരിൽ ഒരു കേസുമില്ല. അങ്ങനെയുള്ള ആളെ ഈ വീട്ടിൻ്റെ അകത്ത് തടഞ്ഞു വെച്ചുകൊണ്ട് റെയ്ഡ് നടത്തുമ്പോൾ അത് എത്തരത്തിലേക്കാണ് പൊതുസമൂഹത്തിൽ വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളതിൻ്റെ നല്ല രാഷ്ട്രീയ ബോധം CPM-നുണ്ടല്ലോ. ആ ഭാഗത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഈ റെയ്ഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളൊക്കെ തടഞ്ഞു നിർത്തി ഇതിനകത്ത് അനുവദിക്കില്ല എന്നുള്ള നിലപാടൊന്നും അല്ലല്ലോ CPM എടുത്തുള്ളത്. CPM എടുത്ത് റെയ്ഡ് നടത്തിക്കോട്ടെ, റെയ്ഡിന് എന്താണോ വരുന്നത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ കേസിൽ പ്രതിയല്ലാത്ത ഒരാൾ, കേസിലില്ലാത്ത ഒരാൾ ആ അച്ഛനെയും അമ്മയെയും കുട്ടിയെയും തടഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ റെയ്ഡ് നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് നിലപാട്. റെയ്ഡ് ആരംഭിച്ചിട്ട് 4 മണിക്കൂർ പിന്നിട്ടു. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ കുടുംബത്തിൽ നിന്നോ ED-യിൽ നിന്നോ ലഭിക്കുന്നുണ്ട്? പാർട്ടിക്കോ മറ്ററിഞ്ഞോ? ED-യുടെ വിവരങ്ങൾ എങ്ങനെയാണ് പാർട്ടിക്ക് ലഭിക്കുക? അല്ല, അത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾ ആണ് പറയേണ്ടത്. അതിനെക്കുറിച്ച് എനിക്കില്ല. ഞാൻ ഈ കുടുംബമായിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എല്ലാ പാർട്ടി കുടുംബങ്ങളും എപ്പോഴും എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതാണ്. എല്ലാ പാർട്ടി കുടുംബങ്ങളും ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. ഞാൻ ഒന്നിച്ചാണ് നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിക്ക് നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അടക്കം പാർട്ടി സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ നിലപാട് എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. പക്ഷേ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ
ഇപ്പോൾ ആ വസതിയിലുണ്ട് എന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണോ പരിശോധന നടത്തേണ്ടത് എന്ന ചോദ്യവുമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് CPM-ന്റെ പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പക്ഷേ ED അവരുടെ നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്. എക്സാലോജിക്കും CMR-ലും തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടുകളിൽ സുതാര്യതയില്ല, അത് കൃത്യമായ അഴിമതിയാണ്, നൽകാത്ത സേവനത്തിന് ആണ് ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുള്ളത് എന്ന കണ്ടെത്തൽ, കമ്പനീസ് ഓഫ് രജിസ്ട്രാറിന്റെ കണ്ടെത്തൽ ഉൾപ്പെടെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ആണ് ഈ വിഷയത്തിൽ അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് രാഷ്ട്രീയമായി വലിയ പ്രതിരോധം തീർക്കാൻ CPM-ന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഡാൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ. ആ പ്രതിഷേധങ്ങൾക്കിടയിലും പരിശോധനകളും ചോദ്യം ചെയ്യലുമെല്ലാം അതിൻ്റെതായ വഴിക്ക് തന്നെ പുരോഗമിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ അടക്കം, ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ അടക്കം സംസ്ഥാനത്തെ 4 ജില്ലകളിലായി 12 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വസതിയുണ്ട്, കണ്ണൂരിലെ പിണറായി വിജയന്റെ വസതിയുണ്ട്, കൊച്ചിയിലെ CMRL ഓഫീസുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 4 മണിക്കൂർ പിന്നിടുന്നു ഈ പരിശോധന ആരംഭിച്ചിട്ട്. പക്ഷേ ഇതുവരെ ഉദ്യോഗസ്ഥർ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരു പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കൂടിയ പരിശോധന നീളാനാണ് സാധ്യത. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അകത്തേക്ക് കയറാൻ ആരെയും അനുവദിക്കില്ല, പുറത്തേക്ക് മാത്രമാണ് നിർത്തുന്നത്. സായുധ സംഘത്തിന്റെ കാവലിലാണ് വീടും പരിസരവും. ഒരാളെയും അകത്തേക്ക് കയറ്റിവിടാനോ അവരെ കാണാനോ സംസാരിക്കാനോ ഒന്നും അനുവദിക്കുന്നില്ല. പിണറായി വിജയന്റെ ഒപ്പമുണ്ടായിരുന്ന അംഗരക്ഷകർ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അടക്കം നിരവധി പേർ ഈ വസതിക്ക് പുറത്ത് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് പോലും അകത്തേക്ക് കയറി വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീളുകയാണ്. CPM-ന്റെ ദേശീയ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി കൂടിയ MA ബേബി അടക്കം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആ ഗൂഢാലോചനയാണ് പിണറായി വിജയനെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ BJP-യുടെ നേതൃത്വത്തിൽ നടത്തിയ തിരക്കഥയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് പിണറായിയെ വേട്ടയാടാനുള്ള നീക്കമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അവിടെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിണറായി വിജയനെ വേട്ടയാടുന്നു എന്നുള്ളത്. തീർച്ചയായും പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നത് നമുക്കറിയാം. ആ നിലയിൽ ഒരു പക്ഷേ അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലൊക്കെ അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴിതാ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPIM എന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ഈ അടുത്ത കാലത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകാനും ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, ഇനിയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിനും വർഷങ്ങളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇത്തരം ആരോപണങ്ങൾ, പ്രതിരോധങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ഒക്കെ നിലനിൽക്കുമായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ ഹൈക്കോടതി വളരെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകുന്നു. ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാം, നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന്. അവിടെയാണല്ലോ ഈ പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് ആൾക്കൂട്ടവും പ്രതിഷേധവും മുദ്രാവാക്യവും ഒക്കെ നിൽക്കുമ്പോൾ പോലും ഈ പ്രതിരോധം എത്രത്തോളം ശക്തമാണ്? ഡാൻ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.